വളരെ ധന്യമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. സാർത്ഥകമായ സാംസ്കാരിക ഇടപെടലുകൾ കൊണ്ട് കേരളത്തിൽ ശ്രദ്ധേയനായ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, അദ്ദേഹം മുൻപ് സംസ്കൃത സർവകലാശാലയ്ക്ക് സാരഥ്യം വഹിച്ച നേതൃത്വം നൽകിയ ആളാണ്. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഗ്രന്ഥശാലകൾ കാലത്തിന് വഴികാട്ടികളായി മാറിയ പ്രൗഢമായ ഒരു ചരിത്രം നമ്മുടെ നാടിനുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സർവകലാശാലയായിരുന്നാലും ലൈബ്രറി കൗൺസിലായിരുന്നാലുമെല്ലാം അനുപമമായ നേതൃത്വത്തിലൂടെ വളരെ അർത്ഥപൂർണമായ ദിശാബോധം അതിനെല്ലാം നൽകിയ ആ നിലയിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിൻ്റെ. അദ്ദേഹത്തിൻ്റെ വേദപഠനങ്ങളെല്ലാം കേരളത്തിൽ വിദ്യാർത്ഥികളായ ധാരാളം ആളുകൾക്ക് ശരിയായ വഴി കാട്ടിയിട്ടുള്ളതുമാണ്. അദ്ദേഹം രചിച്ച 3 പുസ്തകങ്ങളാണ് ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഓരോ പുസ്തകത്തെ സംബന്ധിച്ചും ആഴത്തിലുള്ള പുസ്തക പരിചയം ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഞാനതുകൊണ്ട് അതിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഈ പുസ്തക രചനയിലൂടെ നിർവഹിക്കുന്നത് വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മറവിയുടേതാണ്. അസാധാരണമാം വിധം മറവി ബാധിച്ച ഒരു സമൂഹമായി മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ ആശങ്കകൾ അസ്ഥാനത്താണെന്ന് പറയാനുമാവില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട് പിന്നിട്ട വഴികൾ, എങ്ങനെയാണ് ഇന്നത്തെ കേരളം യാഥാർത്ഥ്യമായത്, അഭിമാനത്തോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം രൂപപ്പെട്ടതെങ്ങനെ എന്ന ചരിത്രത്തിൻ്റെ നാൾവഴികൾ പലരും മറന്നു പോവുകയോ അല്ലെങ്കിൽ മറന്നു കളയണം എന്ന് ചിലരൊക്കെ നിർബന്ധപൂർവം ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറവി, അസാധാരണമായ മറവി വെല്ലുവിളിയായി ഉയർന്നു വരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വളരെ പ്രശസ്തനായ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, ഞാൻ ആളുടെ പേരും സ്ഥാപനത്തിൻ്റെ പേരും ഒന്നും ബോധപൂർവം പറയുന്നില്ല, ആ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ അവസരം കിട്ടി അദ്ദേഹത്തിന്. ഗാന്ധിയൻ സ്റ്റഡീസാണ് അവരുടെ വിഷയം. അപ്പോൾ ആ കുട്ടികളുമായി സംവദിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് അദ്ദേഹം ഒട്ടൊക്കെ നിരാശാഭരിതനായി പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. മറ്റൊന്നുമല്ല, മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് എന്ന ചോദ്യത്തിന് കുട്ടികളിൽ 70% പേരുടെയും മറുപടി ബ്രിട്ടീഷുകാരാണ് എന്നാണ് പറയുന്നത്. ഗാന്ധിയൻ സ്റ്റഡീസാണ്, മനസ്സിലാക്കുന്നത്. ഗാന്ധിയൻ സ്റ്റഡീസിന് ചേർന്ന കുട്ടികളോട് അവരുടെ വിദ്യാലയത്തിൽ വെച്ച് ഒരു സംവാദം നടത്തിയപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് സുഹൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായ കവി പങ്കുവച്ചത്. സത്യത്തിൽ അവിശ്വസനീയമായി തോന്നേണ്ടതാണെങ്കിലും കുറച്ച് ആലോചിച്ചപ്പോൾ വിശ്വസിക്കാതെ തരമില്ല എന്നെനിക്ക് മനസ്സിലായി. അത് കവിയും സാംസ്കാരിക പ്രവർത്തനവുമായ സുഹൃത്തിലുള്ള വിശ്വാസം മാത്രമല്ല, അദ്ദേഹം കളവ് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തെ നമ്മുടെ നാട് ഇന്ന് നേരിടുന്നുണ്ട് എന്നത് സത്യമാണ്. ഇപ്പം നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ 1-2 വർഷം മുൻപ് മലയാള പത്രങ്ങളിൽ ഉൾപ്പെടെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത,
ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം, രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട് എന്നായിരുന്നു. ഒട്ടും അതിശോക്തിയില്ലാതെ നമ്മൾ പത്രത്തിൽ വായിച്ചു. വസ്തുതയാണ്. ചോദ്യം ചോദിക്കുകയാണ് പരീക്ഷയിൽ, ഗാന്ധി ആത്മഹത്യ ചെയ്തത്. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ, ചിലപ്പോൾ അതിനു മുൻപ് തന്നെ, നമ്മുടെ സമൂഹത്തിൽ ഗണ്യമായ അത്ര ആളുകൾ ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണെന്നോ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊന്നതാണെന്നോ ഒക്കെ ഉറപ്പായും വിശ്വസിച്ചേക്കാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരു ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായി ഗാന്ധിനഗറിൽ പോയി. അവിടെ മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്കായി ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം കണ്ടു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളൊക്കെ പുതിയ സാങ്കേതിക സംവിധാനങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ അത് കണ്ട് ഒടുവിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗത്തെത്തും. പ്രതിപാദിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ആവിഷ്കാരമൊന്നുമില്ല. അവിടെ ഒരു ഇരുട്ടാണ്. ചിലപ്പോൾ പ്രതീകാത്മകമായി അങ്ങനെ ആക്കിയതായിരിക്കും. ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ നെഹ്റുവിൻ്റെ പ്രതികരണം ഇന്ത്യയുടെ വിളക്കണഞ്ഞു പോയി എന്നായിരുന്നല്ലോ. ഒരു നരേഷനാണ്, ഒരു വിവരണമാണ് പശ്ചാത്തലത്തിൽ കേൾക്കുക. അത് മാത്രമേ ഉള്ളൂ. ആ വിവരണം ഇങ്ങനെയാണ്: 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിയെ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ വെടിവെച്ച് കൊന്നു. അവിടെ അവസാനിച്ചു. ആരാണ് വെടിവെച്ച് കൊന്നത് എന്ന് ഗാന്ധിനഗറിലെ മ്യൂസിയം അധികൃതർക്കോ ഗുജറാത്ത് സർക്കാരിനോ അറിഞ്ഞുകൂടാ. ആ കൊന്നയാൾക്ക് പേരിൽ ആരോ ഒരാൾ, അത്രയും. 2 വർഷം മുൻപ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ഗംഭീരമായ ഗാന്ധി അനുസ്മരണം ഉണ്ടായിരുന്നു. അന്നത്തെ മുഖപ്രസംഗവും ഗാന്ധിജിയെ സംബന്ധിച്ചായിരുന്നു. ആ മുഖപ്രസംഗം കമ്പോട് കമ്പ് വായിച്ചാൽ ആരാണ് ഗാന്ധിജിയെ കൊന്നത് എന്നതിലില്ല. എന്ന് മാത്രമല്ല, വിചിത്രമായൊരു വാചകം ഉണ്ട് താനും. ഗാന്ധിജിയെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഗാന്ധിയെ നമ്മൾ കൊന്നു. ഞെട്ടിപ്പോകും നമ്മൾ. നമ്മളോ? ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോ? നമുക്കെന്ത് പങ്ക്? ആരെ കൊന്നു എന്നത്, എന്തിനു കൊന്നു എന്നത് സമർത്ഥമായി മായ്ച്ചു കളയുകയോ മറച്ചു പിടിക്കുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു വർഷം മുൻപ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ പുറത്തിറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലെ ഗാന്ധി അനുസ്മരണ ലേഖനവും ആദ്യന്തം വായിച്ചാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ചൊരു വാക്കുപോലുമില്ല. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. ഇതൊന്നും യാദൃച്ഛികമായി നടക്കുന്നതല്ല. മലയാള മനോരമയിലും മാതൃഭൂമിയിലും മാത്രമല്ല ഇങ്ങനെ ഉണ്ടായത്. ആ ദിവസങ്ങളിലെ ഒട്ടേറെ ദേശീയ മാധ്യമങ്ങളും ഏതാണ്ട് ഇതേ രീതിയാണ് അവലംബിച്ചത്. ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങൾ മായ്ച്ചു കളയാൻ, തെറ്റായ പ്രതീതികൾ സൃഷ്ടിക്കാൻ, നമ്മളെ വഴിതെറ്റിക്കാൻ വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലറുടെ നരമേധത്തിൻ്റെ കാലത്ത് തടങ്കൽ പാളയമായിരുന്ന, വലിയ ഗ്യാസ് ചേംബറായിരുന്ന, കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്ന ഓഷ്വിറ്റ്സിനെ കുറിച്ച് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഓഷ്വിറ്റ്സ് എന്നൊരു മ്യൂസിയമാണ് അത്രേ. ആ മ്യൂസിയത്തിൻ്റെ മുൻപിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചതായി, അത് സന്ദർശിച്ച ആരോ എഴുതിയത് വായിച്ചതായിട്ട് ഓർക്കുന്നു. അതിങ്ങനെയാണ്: ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും. അതൊരു മുന്നറിയിപ്പാണ്. ചരിത്രം മറക്കുന്നവരെയെല്ലാം ചരിത്രം ശിക്ഷയ്ക്ക് വിധേയമാക്കും.